ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വയനാട് മേപ്പാടി കഴിഞ്ഞ് ചൂരൽ മലക്കടുത്തുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലാണ്. യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റോഷൻ വ്ളോഗ്സ്. അപ്പോൾ റോഷൻ വ്ളോഗ്സിന്റെ ഒരുപാട് കാലത്തെ ഒരു ഡ്രീം പ്രൊജക്റ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വായോ ബബിൾസ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബബിൾ റിസോർട്ട്. അപ്പോൾ നമുക്കിന്ന് ബബിൾ റിസോർട്ടിന്റെ ഒരു അടിപൊളി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇതാ റിസോർട്ടിന്റെ എൻട്രി ആണ് കാണുന്നത്. പ്രകൃതി ഭംഗി ചേർന്ന് നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമുക്കിനി റിസോർട്ടിനകത്തേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു പൂളിനോട് ചേർന്ന് ഒരു നാച്ചുറൽ പൂള് വരുന്നുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ബബിൾസ് റിസോർട്ട് ബെഡ്റൂംസ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഗസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അവർ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബബിൾ റിസോർട്ടിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പൊ ഭയങ്കര ചൂടാണ് കേട്ടോ. ബബിൾ ബെഡ്റൂമിനകത്താണ് വരുന്നത് കേട്ടോ. AC അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു ടീ കോഫി മേക്കറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്. ദെൻ നല്ല അടിപൊളി എന്താ പറയുക, ഒരു കപ്പിൾസിനൊക്കെ ഒരു ഹണിമൂണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലാസ് ആയിട്ട് അടിപൊളി ബെഡ്റൂംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി മാട്രസും ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഈവനിങ്ങിലൊക്കെ ജസ്റ്റ് ഒരു സിറ്റിംഗ് ഏരിയ, അതിൽ ചെറിയൊരു ഡൈനിങ് ടേബിൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചുറ്റുപാടും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പച്ചപ്പ് ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ഈ ബബിൾ റിസോർട്ടിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പുറത്ത് കാണുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൂളാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഡെയിലി ഇപ്പം ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ആ രീതിയിലാണ് ഇപ്പോൾ ഇവരിവിടെ റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി പുതുതായിട്ട് തന്നെ 2-3 ബബിൾസിൻ്റെ തന്നെ ബെഡ്റൂംസൊക്കെ ലോഞ്ചിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബബിൾ ബെഡ്റൂമിനകത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് അവരെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബാംബു വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവരുടെ ബാത്റൂം. നിറയെ മുളകൾ വെച്ചിട്ട് ഈ മുകളിലാണെന്നുണ്ടെങ്കിൽ പോലും വൈക്കോല് വെച്ചിട്ട് നല്ല അടിപൊളി നല്ല സ്പീഷ്യസ് ആയിട്ട് നല്ല സ്പേസിൽ തന്നെ ബാത്റൂം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അത്യാവശ്യം കോംപ്ലിമെൻ്ററി സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പിട്ട് അതിനകത്ത് കയറിയപ്പോൾ, അതായത് ആ മുളയൊക്കെ ആണല്ലോ, ചുറ്റുപാടും മുളയാണ്. മുകളിൽ പുല്ലും ഉണ്ട്, വൈക്കോലും ഉണ്ട്. അത് മേൽപ്പുര മേഞ്ഞിരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ കൊട്ടകൾ. ബബിൾസിനോട് ചേർന്ന് തന്നെയാണ് അവരൊരു പൂള് വരുന്നത്. ഒരു ഹെവി പൂളല്ല, വളരെ നാച്ചുറലായിട്ട്
ഒരു ക്യൂട്ട് സൈസിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് വെള്ളമൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ക്ലിയർ വാട്ടർ ആണ് കേട്ടോ. അതിവർ ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ക്ലോറിനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറാലിറ്റി വെള്ളത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു കപ്പിളിനൊക്കെ എൻജോയ് ചെയ്യാൻ രീതിയിൽ ആണ് പൂളിപ്പോൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് നല്ല ഭംഗിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ട്നെസ് ഫീൽ വരുന്നുണ്ട്. പൂളൊക്കെ നമ്മുടെ ബബിൾ ബെഡ്റൂം പോലെ തന്നെ ഒരു ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ എത്തുന്ന ഒരു കപ്പിൾസിന് അവർക്ക് അവരുടെ പ്രൈവസിയിൽ അവർക്ക് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചുറ്റുപാടും ആ കാപ്പിത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്താൽ കിട്ടുക. അപ്പോൾ തിരിച്ചും ഈ റീസെൻ്റ്ലി മാരേജ് കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് ഫാമിലീസിനൊക്കെ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ് നമ്മുടെ റോഷൻ വ്ളോഗ്സിൻ്റെ വായോ ബബിൾസ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മളിന്ന് സ്റ്റേ ഇല്ല, ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് ടൈം വന്ന് സ്റ്റേ ഒക്കെ ആക്കിയിട്ട് അടിച്ച് പൊളിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. നമ്മൾ വയനാട് ഒരു സ്മോൾ ട്രിപ്പായിട്ട് വന്നപ്പോൾ വായോ ബബിൾസിലെത്തി. നമ്മളിതൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഇപ്പം ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 പാക്കേജാണ് ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 15 to 20 ആ ഒരു പ്രൈസിലാണ് 2 പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ആ രീതിയിൽ ഇപ്പം ഒരു ബെഡ്റൂമാണ് ഇവിടെ ഡെയിലി വരുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു 15 പാക്കേജിലാണെന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് അവരൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു 20K ആ ഒരു പാക്കേജിലാണെന്നുണ്ടെങ്കിൽ വിത്ത് ഡിന്നർ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങൾ, ഒരു ബാർബിക്യൂ, അതുപോലെ ഒരു ക്യാമ്പ് ഫയർ, ആ രീതിയിൽ ഒരു പാക്കേജ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കപ്പിളിനൊക്കെ. നല്ല അടിപൊളി വ്യൂ ആണ്, ചുറ്റുപാടും നല്ല അടിപൊളി ഭംഗി. നമുക്ക് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ചേരാനും ഒക്കെ പറ്റും. ചെറിയ ബേർഡ്സിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എന്താ പറയുക, കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുമോ, കപ്പിൾ ഫാമിലിക്ക് ബെറ്ററാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ റോഷൻ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക്, ഞങ്ങൾ മുകൾ ഭാഗത്ത് നിൽക്കുമ്പോൾ കുറച്ച് ചൂടായിരുന്നു, പക്ഷെ അത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര തണുപ്പ് കിട്ടും, നല്ല തണുപ്പുള്ള വെള്ളം. അത് നല്ല നാച്ചുറലായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, ക്ലോറിനൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മലമുകളിൽ നിന്നും ഒഴുകി എത്തുന്ന നല്ല നാച്ചുറലായിട്ടുള്ള വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് അവർ ഡെയിലി ഓരോ ഗസ്റ്റുകൾ മാറുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രാത്രിയിലൊക്കെ ദെൻ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനും നല്ല പ്രൈവസി കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കുറച്ച് ഹൈറ്റിൽ ഇവിടെ കുറച്ച് ട്രൈബൽസിൻ്റെ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നല്ല ഭംഗിയായിട്ട് കുറച്ച് ട്രൈബൽ ആർട്ട് വർക്കുകൾ, പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് എനിക്ക് ബാത്റൂമിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബാംബൂസ് വെച്ചിട്ട് അതിൻ്റെ ആ വാഷ് ബേസും ആ ഉൾഭാഗത്തൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ വായോ ബബിൾസ് റിസോർട്ടിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്നത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കണ്ടത് നമ്മളെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബബിൾ റിസോർട്ട്, നമ്മുടെ സ്വന്തം റോഷൻ വ്ളോഗ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണിത്. ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും ജീവിതത്തിൽ ഇതുപോലെ കുറേ ഡ്രീംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവട്ടെ. നമ്മൾ എല്ലാവരും ഓരോരോ ഡ്രീംസുകൾ, സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ഓരോ ഹാർഡ് വർക്കും എഫേർട്ടൊക്കെ എടുത്ത് മുൻപോട്ട് പോകുന്ന ആളുകളാണ് ഓരോ യാത്രയിൽ, അല്ലേ.
അപ്പോൾ എല്ലാവർക്കും എനിക്കുമുണ്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗറിൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഞാൻ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ 2 മണിക്കാണ് ഇവർ ചെക്ക് ഇൻ ടൈം കൊടുക്കുന്നത്. 11:30ക്കാണ് ചെക്ക് ഔട്ട് ടൈം. ഗസ്റ്റുകൾക്ക് അവർ ആ ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ഫീല്, ഒരു എക്സ്പീരിയൻസ് എന്തായാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മളിനി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്കിനി അടുത്തൊരു അടിപൊളി ട്രാവൽ വ്ളോഗുമായിട്ട് പുറകെ തന്നെ കാണാം. നിങ്ങളുടെ സ്വന്തം ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു.